ഫ്രീസ് ട്രീസിൽ നിന്നിട്ട് 5 ഐറ്റം കഴിക്കാൻ പറ്റിക്കാൻ നമ്മൾ അവർക്ക് 5000 രൂപ കൊടുക്കാൻ വേണ്ടി. പക്ഷെ നമ്മുടെ സബ് ആണെങ്കിൽ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ 2000 രൂപ മാത്രമേ കിട്ടത്തുള്ളൂ കേട്ടോ. ഇപ്പം തന്നെ വീഡിയോയിൽ ഒരു സബ് ചെയ്ത് വെച്ചേ ഗൈസ്. നമ്മൾ വന്നേക്കുന്നത് എടപ്പള്ളിയിലുള്ള ഫ്രീസ് ട്രീസിലാണ് വന്നേക്കുന്നത്. ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ കലക്കനാണ്. നിങ്ങൾ എന്തായാലും കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും. ഇവിടെ നാച്ചുറൽ ആയിട്ടുള്ള പരിപാടിയൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കനാണ്. നമുക്ക് ഇനി പുറത്ത് പോയിട്ട് ആളെ പിക്ക് ചെയ്യണം, കിട്ടുമോ ഇല്ല എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ നോക്കാം. നമ്മുടെ കൂട്ടത്തിൽ എല്ലാ ആളുടെ പേരാണ് അപ്പു. അപ്പു വീഡിയോ ലൈക്ക് ചെയ്യാൻ പറയൂ. എന്റെ മൈക്ക് കൊണ്ട് വീഡിയോ ലൈക്ക് ചെയ്യാൻ പറയൂ. കണ്ട അപ്പു വരെ പറഞ്ഞു വീഡിയോ ലൈക്ക് ചെയ്യാൻ. എല്ലാവരും ഇപ്പൊ തന്നെ ലൈക്ക് സബ് ചെയ്ത് ബാക്കി വീഡിയോ ഒക്കെ ഗൈസ്. മാനേജറുടെ പേരെന്തായിരുന്നു? ഫവാസ് ആണ് കേട്ടോ നമ്മുടെ കൂട്ടത്തിൽ വരാൻ പോണത്. ഒരു മിനിറ്റ്, ഞങ്ങളെ ഒരു ഫുഡ് ചലഞ്ച് വീഡിയോ ചെയ്യുക. പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ? ഇവിടെ നിന്ന് 5 ഐറ്റംസ് നമ്മൾ തരും. 5 ഐറ്റംസ് കഴിച്ച് തീർക്കുക. വിന്നിങ് പ്രൈസ് 5000. ഓക്കെ, നമ്മളുടെ സബ്സ്ക്രൈബർ ആണോ? ചെയ്തിട്ടുണ്ടോ? ഇതിനു മുമ്പ് ചെയ്തിട്ടില്ല. സബ്സ്ക്രൈബർ അല്ലാത്ത പക്ഷം 2000 കഴിക്കാം. ജയിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2000 കിട്ടും. ഇപ്പം എങ്ങനെയായിരിക്കും? പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ? ട്രൈ ചെയ്ത് ജയിക്കാനുള്ള ഒരു കോമ്പറ്റീറ്റീവ് മൈൻഡ് ഇടണം. അതായത് ജസ്റ്റ് ഒരെണ്ണം കഴിച്ചിട്ട് അന്നപ്പോൾ അങ്ങനെ തന്നിട്ടില്ല, കഴിച്ചങ്ങോട്ട് തീർക്കാൻ നോക്കുക. അത് നമ്മുടെ എഫേർട്ട് ഇട്ടാലേ തീർക്കാൻ പറ്റത്തുള്ളൂ, അല്ലാണ്ട് തീർക്കാൻ പറ്റില്ല. ഓക്കെ, പേര് എന്തൊക്കെ ഐറ്റംസ് ആയിരിക്കും നമുക്ക് കൊടുക്കാൻ പോണേ? ഏകദേശം നമ്മളിപ്പോൾ ബർഗർ കൊടുക്കുന്നുണ്ട്, ഒരു നാടൻ മലയാളി മെനുവിൽ ഒരു ഗീ റൈസ് വിത്ത് ബീഫ് റിപ്പ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ എല്ലാം കേട്ടോ കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നോക്കാം, നമുക്ക് ട്രൈ ചെയ്യാം അല്ലേ. മിനിമം എൻ്റെ വക മിനിമം നീ 3 എണ്ണമെങ്കിലും കഴിക്കുവാണെങ്കിൽ, പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ആ 3 എണ്ണമെങ്കിലും എത്തിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വിന്നർ പ്രൈസ് 5000 ആയിരുന്നു. സബ്ബായിരുന്നെങ്കിൽ ആ 3 എണ്ണം കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ 2000 രൂപ കൊടുത്തേനെ. ഈ 3 എണ്ണമെങ്കിലും എത്തിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഒരു 500 തരും. ഓക്കെ. അപ്പം നമുക്ക് ആളെ കിട്ടിയിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. പേരെന്തായിരുന്നു? എല്ലാ കഴിഞ്ഞിട്ടാണ് പേര് ചോദിക്കുന്നത്. പേരെന്ത്? സുഫൈൽ. റൈറ്റ് പേരാ, കൊള്ളാം. ബാ അതടയണം. കൊള്ളാം. ഇവിടുത്തെ വൈബ് എന്ന് പറയാൻ നേരത്ത് നമ്മുടെ ബാക്കിൽ കാണുന്ന പോലെ തന്നെ ഫുള്ള് ട്രീസും പരിപാടിയും കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾ ഇതുവരെ വിസിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ എടപ്പള്ളി ലുലു മാളിൻ്റെ അടുത്താണ് ഈ ഷോപ്പ് വരുന്നത്, റെസ്റ്റോറൻറ്റ് വരുന്നത് ഫ്രഷ് ട്രീസ്. ഓക്കെ, നമുക്ക് എന്തായാലും ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. 5 ഐറ്റംസ് ആണ് കഴിച്ചു തീർക്കേണ്ടത്. അതിൽ 2 ഐറ്റം നമ്മൾ ഇപ്പം തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഈ 2 ഐറ്റം കഴിച്ച് തരുമ്പോൾ നമ്മൾ ടൈം പോസ് ചെയ്ത് കൊടുക്കും. അടുത്ത ഐറ്റം വരുമ്പോൾ പിന്നെയും ടൈം സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ അല്ലേ? എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ? ടെൻഷൻ അടിച്ചിട്ട് കാര്യമൊന്നുമില്ല, കഴിക്കുക, ഒന്നും നോക്കരുത്. നമ്മളെ ഇത് ഇത്രേ ഉള്ളു. നമ്മ വീഡിയോ പറഞ്ഞ പോലെ തന്നെ മുമ്പിൽ വരുന്ന ചലഞ്ച് അല്ല, എന്ത് പരിപാടി ആയിക്കോട്ടെ നേരെ കയറി അക്സെപ്റ്റ് ചെയ്തേക്കുക. പറ്റണതാണെങ്കിലും പറ്റാത്താണെങ്കിലും അക്സെപ്റ്റ് ചെയ്തേക്കുക. ജയിക്കാൻ രണ്ടാമത്തെ കാര്യം. മാക്സിമം നമ്മുടെ എഫേർട്ട് ഇട്ട് കൊടുക്കുക, അത്രേ ഉള്ളു സീൻ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഫുഡ് വന്നിട്ട് കാണാം. നമ്മളുടെ 2 ഐറ്റംസ് ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇത് കാണുന്നത്രയും ക്വാണ്ടിറ്റി ഒന്നും ഇല്ലട്ടാ. ഇതൊക്കെ ഇങ്ങനെ വലുതായിട്ടിരിക്കണമെന്നേ ഉള്ളു. ചെറിയ സ്റ്റാർട്ടർ ഐറ്റവും ഒരു ബർഗറും. ബർഗറിന്റെ മേളിൽ ഒരു കൊടിയൊക്കെ ഉണ്ട്. കുഴപ്പമില്ല. എടാ നീ ഒരു കാര്യം ഓർക്കുക, ഇത് നീ തീർത്ത് അടുത്ത വരണ ഒരെണ്ണം കൂടി തീർത്ത് കഴിഞ്ഞാൽ നിനക്ക് 1 പൈസ കിട്ടുമല്ലോ. കിട്ടും. ഓക്കെ അല്ലേ? ഹാപ്പി അല്ലേ? നീ വെറുതെ റോട്ടിൽ കൂടി പോകുന്നു, തീർക്കാൻ പറ്റുവാടാ. വെറുതെ റോട്ടിൽ കൂടി പോകുന്നു, നീ ഇതും കഴിച്ച് ഇനി ഒരു ഐറ്റവും കൂടി കഴിക്കുക, ഒരു എമൗണ്ട് കിട്ടും. അത് കഴിഞ്ഞിട്ട് ബാക്കി 2 എണ്ണം കഴിക്കണതൊക്കെ നിന്റെ കാര്യം. നിനക്ക് അതിന്റെ മേളിൽ പുഷ് ചെയ്തോ, ഞാൻ പൈസ തന്നേക്കാം, യാതൊരു സീനുമില്ല. നമുക്ക് ബർഗറിൽ നിന്ന് ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. ടൈമർ ഉണ്ട് നമുക്കിവിടെ. 30 മിനിറ്റ് ടൈം ഉണ്ട്. 30 മിനിറ്റ് ടൈം കൊണ്ട് കഴിക്കാൻ പറ്റുമോ? അതാണ് ചലഞ്ച്. അത്രേ ഉള്ളു. സിമ്പിൾ അല്ലേ? പാട്ടും പാട്ടിരുന്ന് കഴിച്ചിട്ട് പോടാ. ബാക്കി നിന്റെ കഴിവായിരിക്കും. ഈ കൊടിമരം എടുത്തേ, ഇതിന്റെ മേളിലൊരു കൊടിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ചലഞ്ച് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുകയാണ്. സ്റ്റാർട്ട് ചെയ്തോട്ടെ, യാതൊരു സീനും ടെൻഷനൊന്നും ഇല്ല. അപ്പൊ നമ്മുടെ ചലഞ്ച് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. സ്റ്റാർട്ട് ചെയ്ത് കഴിച്ചോ. ബർഗർ നിന്റെ മേത്ത് വീഴാണ്ടിരിക്കാനായിട്ട് വേണമെങ്കിൽ ഒരു പ്ലേറ്റ് ഒക്കെ എടുത്ത് എങ്ങനെയാന്ന് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചോ. നീ നമ്മുടെ ഡബിൾ പാറ്റി ബർഗർ ഇവൻ നിസ്സാര സമയം, എനിക്ക് തോന്നുന്നത് 1 മിനിറ്റിനുള്ളിൽ തീരുമെന്നാ തോന്നണേ. ഇത് 1 മിനിറ്റിനുള്ളിൽ തീരും, നിന്നെ കൊണ്ട് സാധിക്കൂടാ. ഇപ്പൊ തന്നെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്ത് വെച്ചേക്കും. സബ്സ്ക്രൈബർ ആയിരുന്നെങ്കിൽ അവർക്ക് ഇങ്ങനെ കൊടുക്കായിരുന്നു എന്ന് പറഞ്ഞ് കുറേ പ്രാവശ്യം സബ് ചെയ്തേക്കെന്ന് പറയണത് കുറച്ച് വെറുപ്പിക്കലാണെന്ന് ആൾക്കാർ പറഞ്ഞത് കൊണ്ടിട്ട് നമ്മൾ അധികം പ്രാവശ്യം ഒന്നും പറയുന്നില്ല. സബ്സ്ക്രൈബ് ചെയ്തേക്ക്. ഇനി ഞാൻ പറയൂല, പോരല്ലേ? അല്ല ശരി, സെറ്റല്ലേ? എൻ്റെ അമ്മേ, നമ്മ ഇതൊക്കെ പറഞ്ഞിട്ടിരിക്കാൻ നേരത്ത് ഇവിടെ 1 മിനിറ്റും 43 സെക്കൻഡും കൊണ്ടിട്ട് ഇവിടെ നമ്മൾ വേറെ എന്തൊക്കെയോ പറഞ്ഞിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഏകദേശം 1 മിനിറ്റും 50 സെക്കൻഡും കൊണ്ടിട്ട് ഇവൻ ഇവിടെ ബർഗറിൻ്റെ ഓൾമോസ്റ്റ് 1/4 പോർഷൻ തീർക്കാറായിട്ടുണ്ട്. ലോഡ്സ് ഓഫ് ടൈം ഇങ്ങനെ കിടക്കുവാണ്. 28 മിനിറ്റോളം ഉണ്ട് ഇനി. നമ്മളുടെ ബർഗർ ഏകദേശം ടൈം ഉണ്ടോ? നീ കംഫർട്ടബിൾ ആയിട്ട് കഴിച്ചോ. ഞാൻ ലാഭിഷ് ടൈമാണ് ഇട്ട് തന്നേക്കുന്നത്.
നിനക്ക് ഈസി ആയിട്ട് കഴിച്ചിട്ട് ഈസി ആയിട്ട് പോകാവുന്ന ഈസിയുള്ളൂ. നിനക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടോ ഈ അവസരത്തിൽ? പറയാനുള്ള സമയമൊക്കെ ഞാൻ വേണമെങ്കിൽ തരാം. കയ്യും വായും ബിസി ആയി. കയ്യും വായും ബിസി ആയിപ്പോയി. അത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. കയ്യും വായും ബിസി ആയിപ്പോയി. എന്ത് പറയാനാ? ഓക്കെ, നമുക്കിവിടെ 3 മിനിറ്റ് ആകാൻ പോണ സമയത്ത് ബർഗർ ഓൾമോസ്റ്റ് തീർന്നു. എനിക്ക് തോന്നുന്നു നീ ഇത്രയും ടെൻഷൻ അടിക്കേണ്ട പോലെ ആവശ്യമില്ല. നീ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് വേണേ കഴിച്ചു. ലാഭിഷ് ടൈമാണ് നമ്മൾ കൊടുത്തേക്കണേ. ഈ ചലഞ്ച് നിങ്ങൾക്ക് ജയിക്കാൻ പറ്റും. ഓക്കെ, ഇതിങ്ങനെ അങ്ങോട്ട് പിടിച്ചാൽ തീരും. നിസ്സാരം, ഒരു പിടിയിൽ ഒതുക്കാവുന്ന അത്രേ ഉള്ളൂ. പിന്നെ ഇതെന്ന് പറയുമ്പോൾ ഓരോരോ പീസ് ഐറ്റംസ് ആണ്. ഈസി ആയിട്ട് തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് നന്നായിട്ട്. സ്റ്റാർട്ടറാണിത്. ഇത് കണ്ടോ, ഒന്ന് കണ്ടു നോക്കേ. സിമ്പിൾ സാധനം, സ്റ്റാർട്ടർ. ബാക്കിൽ നമ്മളുടെ പുതിയ 2 സബ്സ്ക്രൈബർ ഇരിപ്പുണ്ട്. അപ്പോൾ അതിസാഹസികമായി സംഘടനത്തിലൂടെ ഇവൻ ബർഗർ ഇവിടെ തീർത്തിട്ടുണ്ട്. അടുത്ത സാധനം ഇറക്കി. നീ ശ്വാസം കൊടുത്തോ? നിനക്ക് പക്ഷേ ശ്വാസം എടുക്കാനാണെങ്കിൽ എന്തിനാണെങ്കിലും അരമണിക്കൂറാണ് ടോട്ടൽ ടൈമല്ലേ. അപ്പം ഇവിടെ സമയം ഏകദേശം 4 മിനിറ്റ് ആയിട്ടുണ്ട്. ഫോർക്ക് യൂസ് ചെയ്യാം, സ്പൂൺ യൂസ് ചെയ്യാം. നീ എങ്ങനെയാന്ന് വെച്ചാൽ കഴിച്ചോ. എങ്ങനെയുണ്ട്? നിനക്ക് ഓക്കെ ആണോ? എന്ത് പറ്റി? എന്താണ് നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ? ദൈവമേ. ഓക്കെ, നമ്മളുടെ രണ്ടാമത്തെ ഐറ്റം ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. എടാ, നീ അങ്ങനെ കഴിക്കണോ? ചോദിച്ചോ, എങ്ങനെയാന്ന് വെച്ചാൽ കഴിച്ചോ. രണ്ടാമത്തെ ഐറ്റം നമ്മുടെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കൈ വെച്ച് കഴിക്കാന്നുള്ള മൂടാണ് നീ. ടൈം വേസ്റ്റ് ആവും. സിമ്പിൾ. ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന, ഇതാണ് ഞാൻ സ്വപ്നം കണ്ട ചലഞ്ച്. അവൻ ടൈം വേസ്റ്റ് ആകുമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര സ്പീഡിൽ കഴിക്കാൻ നോക്കുന്ന സീൻ കണ്ട. ഇങ്ങനത്തെ പാർട്ടിസിപ്പൻസ് ആണ് നമുക്ക് ആവശ്യമുള്ളത്. കുറെ ആൾക്കാർ പറയണ്ടായിരുന്നു എന്റെ സംസാരിച്ചിട്ട് ഓവറാണോ എന്ന്. കുറെ ആൾക്കാർ പറയണ്ടായിരുന്നു. ഞാൻ സംസാരിക്കാണ്ടിരുന്ന നിങ്ങളെങ്ങനെ ഈ വെറുതെ ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കുന്ന സീൻ മാത്രം കണ്ടിട്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ. സംസാരിക്കാൻ കൂടി വേണ്ടേ? അതുകൊണ്ടാണ് ഞാൻ കണ്ടേ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ. മനസ്സിലായോ? ഷൈൻ ടോൺ ചാക്കോ. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞേ, അതുകൊണ്ടല്ലേ ഞാൻ സംസാരിച്ചിരിക്കുന്നേ. മനസ്സിലായോ? ഓ, നമ്മ പിന്നെ സംസാരത്തിലേക്ക് പോയി. ഇവൻ നമ്മുടെ അടുത്ത ഓർഡർ കൊടുത്തേക്കട്ടെ. കണ്ട മോനെ, ഇപ്പൊ എങ്ങനെ ഇരിക്കണ്? ഇവൻ 2000 ആയിട്ടേ പോകുള്ളൂ. നീ എങ്ങാനും സബ്ബായിരുന്നെങ്കിലാ. ഇതെനിക്ക് പറയാണ്ടിരിക്കാൻ വയ്യ. ഇവന്റെ ചലഞ്ച് നോക്കി. ഇവൻ ഏകദേശം തീർക്കണോട്ടോ. രണ്ടാമത്തെ ഐറ്റവും നമ്മൾ ഏകദേശം ഇവിടെ തീർക്കാൻ പോവുകയാണ്. ഇനി എല്ലാ സീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇവന് കംപ്ലീറ്റ്ലി റെസ്റ്റ് ആണ്. നമ്മൾ ടൈം ബോസ് ചെയ്യാൻ മോനെ. ഇവൻ 2 എണ്ണം തീർത്തിരിക്കുകയാണ് അതിസാഹസികമായി. ഇനി നമുക്ക് മൂന്നാമത്തെ എന്തെടുക്കാം? ബഫലോ സ്റ്റേക്ക് എടുക്കാം. ഒരു മെയിൻ കോഴ്സ്. അപ്പൊ നമ്മുടെ ബഫലോ സ്റ്റേക്ക് അല്ലേ? ഇത് 2 എണ്ണം കഴിഞ്ഞിരിക്കുകയാണ്. അടുത്തത് നമ്മളുടെ ബഫലോ സ്റ്റേക്ക്. ഇതൊക്കെ കഴിച്ചിട്ടില്ലെങ്കിൽ ഇങ്ങോട്ട് പോരട്ടെ. ഇത് കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല കിടിലൻ ആംബിയൻസ്. ഇവൻ ഇത് തീർത്ത് കഴിഞ്ഞിട്ട് അത് വന്നത് വരെ ഒരു ടൈം ഉണ്ടെങ്കിൽ അത് ഇവന് നിനക്ക് ബോണസാ. ഞാനിവിടെ ടൈം പോസ് ചെയ്ത് കൊടുക്കും. ഇത് ഞാനിങ്ങ് എടുക്കുക. ഇതെനിക്ക് തോന്നുന്നത് സിമ്പിളായിട്ട് തീർക്കില്ലേ? സിമ്പിൾ അല്ലായിരുന്നത്? 7-8 മിനിറ്റ് കൊണ്ട് ഇവൻ 2 എണ്ണം തീർത്ത്. ഇനി ഇവൻ എത്ര മിനിറ്റ് ഉണ്ട്? 20 മിനിറ്റ് കൂടുതലുണ്ട്. സിമ്പിൾ അല്ലേ? അതാണ് നമ്മുടെ ചലഞ്ചൊക്കെ സിമ്പിളാണ്. നിങ്ങൾക്ക് ബഫലോ സ്റ്റേക്ക് ഇപ്പോൾ വരും. അതിസാഹസികമായിട്ട് ഇവൻ തുടങ്ങി. അതിസാഹസികമൊന്നും പറയാൻ പോലും പറ്റാത്ത രീതിക്ക് സിമ്പിളായിട്ട് തീർക്കണം പോലത്തെ മൂടായി. എന്ത് പറ്റിയടാ നിനക്ക്? സംസാരിക്കാൻ പറ്റുന്നില്ല. ഇവന്റെ വായും കൈയൊക്കെ ബിസിയാ. നീ ഒന്ന് റെസ്റ്റ് പിടിക്കും. ഞാൻ ഒരു സ്റ്റോപ്പ് കൊടുക്കുവാണ് ടൈമിന്. ഒരു സ്റ്റോപ്പ്. നിനക്ക് എന്താണ് ഇനി പറയാനുള്ളത് ഇതിനെപ്പറ്റി? ഇത് ആര് കൊടുക്കും? ഒരു ചലഞ്ചിനിടയിൽ ഒരു സ്റ്റോപ്പ് കൊടുത്തിട്ട് ഇവന് സംസാരിക്കാനുള്ള ഒരു അവസരം. നല്ല ഫുഡാണ്. ഫുഡ് എന്തായാലും നൈസ് ഫുഡാണ്. കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി നല്ല ഫുഡാണ്. ഓക്കെ, ബാക്കി എന്താ നിനക്ക് പറയാനുള്ളത്? ചലഞ്ചിനെ പറ്റി എന്ത് പറയുന്നത്? ഇത് നല്ലൊരു ഇതാണ്. ഇതിലേക്ക് വേണ്ടി നീ നിന്റെ എല്ലാ ഇതും നൽകിയിട്ടുണ്ട്. നൽകൂ. എഗെയിൻ നമ്മൾ ടൈമർ ഒന്നുകൂടി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. സ്റ്റാർട്ട്. ഇവൻ എന്തായാലും വാങ്ങിക്കും. പക്ഷെ എന്റെ ദൈവം, ഇവൻ നിനക്ക് സബ് ഞാൻ പറയണമെന്നൊന്നും തോന്നരുത്. നിനക്ക് സബ് ചെയ്ത് വെക്കാൻ പാടില്ലായിരുന്നല്ല. 5000 രൂപയായിട്ട് പോകായിരുന്നു. 5000 രൂപയുടെ നിനക്ക് ഇപ്പൊ എന്തൊക്കെ ചെയ്യായിരുന്നു? നിന്റെ വേണമെങ്കിൽ ബാക്കി വേറെ പൈസകൾ ഉണ്ടാവുമായിരിക്കും. പക്ഷേ ഞാൻ തരുന്ന 5000 രൂപക്ക് നിനക്കൊരു ജീൻസ് എടുക്കായിരുന്നു, ഒരു സിനിമക്ക് പോകായിരുന്നു. എന്ത് ചെയ്യാം? പിന്നെന്ത് ചെയ്യാം? ഒരു കാര്യം പറഞ്ഞ, ഒരു ഷർട്ട് എടുക്കാം. ഒരു ഷൂസ് വേണമെങ്കിൽ ചെറിയൊരു അഡിഡാസിന്റെ ഒരു 2000 രൂപ ഷൂസ് എടുക്കായിരുന്നു. സാരല്ല, നീ 2000 രൂപക്ക് എന്തെങ്കിലും ചെയ്യും. ഇവ മിക്കവാറും 2000 രൂപയായിട്ട് പോകും. എനിക്ക് അതാണ് എനിക്ക് തോന്നണേ. എൻ്റെ ഉള്ളിൽ നിന്ന് തോന്നലാണ്. ഓക്കെ, പക്ഷെ നിന്റെ മനസ്സ് കണ്ടിട്ട് എന്താ, നിന്റെ മുഖം കണ്ടിട്ട് എനിക്ക് വേറെ എന്തൊക്കെ തീർക്കോ നീ? ഫുൾ പവറാണ് മോനെ. എങ്ങനെയുണ്ടോ സാധനം? കിട്ടുന്ന ടേസ്റ്റ് ആണോ? കൊള്ളാല്ലേ? ഞാൻ ചൂഴിഞ്ഞ് നോക്കും കഴിച്ച് തീർന്നിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട്. ഇല്ല, തീർന്ന് ഏകദേശം. ഇതൊക്കെ എല്ലാം മസാലയൊന്നും വേണ്ടടാ. ഇത് ഞാൻ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ട്. പോസ്. ഇപ്പൊ എനിക്ക് സംസാരിക്കാൻ പറ്റുന്ന അവസ്ഥയായി പോയി. കിട്ടുന്ന സാധനം
അപ്പം അതെൻ്റെ വക മാന്യമായിട്ടുള്ള ഒരു ഹെൽപ്പാണ് ഞാൻ ഇത് ചെയ്തു കൊടുത്തിരിക്കുന്നത്. ഇത് രണ്ടും തീർക്കാൻ നിനക്കെടുത്ത ടൈം എത്രയെന്ന് അറിയോ? 10 മിനിറ്റ്. ഇനിയുള്ളത് വെറും 3 എണ്ണം മാത്രം. ഇനി 2 എണ്ണത്തിനും കൂടി നീ ഒരു 10 മിനിറ്റ് പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി നിനക്ക് കംഫർട്ടബിൾ ആയിട്ട് ഒരെണ്ണം തീർക്കാം. നീ ചാമ്പട കുട്ട, നിനക്ക് ഈ സാധനമൊക്കെ ഞാൻ എക്സെപ്ഷൻ ആയിട്ട് തന്നിരിക്കുവാണ്. ഏടാ മോനെ, നമ്മുടെ അടുത്ത ഐറ്റം വന്നിരിക്കുകയാണ്. സിമ്പിൾ. മാഷ് പൊട്ടാറ്റോ, വെജിറ്റബിൾസ്, ഗാർലിക് ബ്രെഡ്. സിമ്പിൾ ആയിട്ട് കഴിക്കാം. ഇതിനെ ഇപ്പൊ വർണ്ണിക്കാനായിട്ട് ഞാനിപ്പോ എങ്ങനെ വർണ്ണിക്കും? ഇതിന്റെ ഒരു ഇത് കണ്ടിട്ട് എനിക്ക് നല്ലൊരു ഇത് തോന്നുന്നുണ്ട്. നല്ലൊരു ഭംഗിയുള്ള രീതിക്ക് നല്ല നൈസ് ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് സെറ്റ് ആയിട്ടാണ് കൊണ്ടുവന്ന് വെച്ചേക്കുന്നത്. ബഫല്ലോ സ്റ്റേക്ക്. ഓക്കെ, നമ്മൾ 3ാമത്തെ ചലഞ്ച്. ഇത് തീർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവന് 500 എന്തായാലും കിട്ടും. സ്റ്റാർട്ട്. നമ്മൾ ടൈമർ പിന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കത്തി മുള്ളൊക്കെ എടുത്തിട്ടുണ്ട്. ഇവൻ കീറി അടിക്കാന്നുള്ള മൈൻഡാണ്. അതിൻ്റെ അകത്ത് മൂക്കി അടിച്ചാൽ വേറെ മൂടായിരിക്കും. ഇത് നിനക്ക് ശരിക്കും പറഞ്ഞ ഒരു ഭാഗ്യം പോലത്തെ ഒരു മൂടല്ലേ നിനക്ക് ശരിക്കും സത്യം പറഞ്ഞാൽ തോന്നണേ? അങ്ങനെ പറയാം. അങ്ങനെ പറയാം. അങ്ങനെ ഒരു ഡോക്ക് അങ്ങനെ പറയൂ. നീ ഇങ്ങനെ പോകുന്നു. ഞാൻ മുമ്പിൽ വന്ന് പ്രത്യക്ഷപ്പെട്ട് നിൽക്കുന്നു. നമുക്കൊരു ഫുഡ് കഴിച്ചാലോ? കഴിക്കണതിന് ഒരു 5000 രൂപ അങ്ങോട്ട് തന്നാലോ? ഇത് ഭാഗ്യമല്ലേടാ? ഇല്ലേ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അവൻ കൈവച്ചുള്ള മൂടാണ് കേട്ടാ. നമ്മളുടെ 3ാമത്തെ ചലഞ്ച്. ഇവൻ അത്യാവശ്യം നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യണ ഒരു കിടിലം കണ്ടായിരുന്നു. എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടാ നിന്നെ. ഈ ചലഞ്ചും കൂടി തീർത്ത് കഴിഞ്ഞാൽ ഇവൻ എങ്ങനെയുണ്ട് നിനക്കിപ്പ? ഇപ്പോഴത്തെ അവസ്ഥ എന്താ? പോകുക? ഇനിയും പോകുക? കുഴപ്പമില്ല. ഇനി ഇത് കഴിഞ്ഞിട്ട് നോക്കാം. കണ്ട, അതാണ് ഏത്ത് മൂട്ട്, പൊള്ളി മൂട്ട്. ഓക്കെ, നമ്മുടെ ചലഞ്ച് ഇവിടെ 12 മിനിറ്റും 26 സെക്കൻഡിലേക്ക്. നീ എനിക്ക് തോന്നണം നീ ഒരു ലാഭിഷായിട്ടിരുന്ന് കഴിക്കുക. അവൻ ഫ്രണ്ടിൻ്റെ അടുത്തായിട്ട് പോണ വഴിക്കായിരുന്നു. നേരെ ഒരു ഫുഡ് കഴിച്ചാലോ എന്ന് ചോദിക്കൂ. നേരെ ഇങ്ങോട്ട് ഓക്കെ എന്ന് പറഞ്ഞു. നേരെ ഇങ്ങോട്ട് വന്നു 5000 രൂപ തന്നാലോ എന്ന് പറഞ്ഞു. പക്ഷെ അത് കിട്ടൂല, ഇവൻ സബ്ബല്ല. എന്ത് ചെയ്യാനാ? കുഴപ്പമില്ല, 2000 രൂപ എന്തായാലും കിട്ടും. ഇതെനിക്ക് തോന്നുന്നുണ്ട് ഇവൻ 2000 രൂപ വാങ്ങിച്ചിട്ട് എനിക്ക് പോകുള്ളൂ എന്ന് എനിക്ക് തോന്നണേ. ഞാൻ ഒന്നും പറയുന്നില്ല. ഇനി നമ്മുടെ ബാക്കി അക്ഷരം പറഞ്ഞാൽ നിങ്ങളൊക്കെ ചീത്ത പറയും. അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. എന്താന്ന് വെച്ചാൽ ചെയ്തു വെച്ചേക്കിട്ടാ. നമുക്ക് അങ്ങനെയൊന്നും ഇല്ലേ? നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരു പ്രത്യേക ഒരു സോഫ്റ്റ്നെസ്സും മറ്റേ സ്മാഷ്ഡ് പൊട്ടറ്റോ അല്ലേ, സ്മാഷ്ഡ് പൊട്ടറ്റോയും നല്ലൊരു അത്യാവശ്യം നല്ലൊരു ഫീൽ ഉണ്ട്. ഓൾമോസ്റ്റ് 15 മിനിറ്റ് ആകാൻ പോകുന്ന സമയത്ത് ഇവനിവിടെ 3 എണ്ണം തീർക്കാൻ പോണേ. നമ്മുടെ ഹാഫ് ഓഫ് ദ ചലഞ്ചിൽ എത്തണ സമയത്ത് നീ 3 എണ്ണം കവർ ചെയ്തു. ഇനി നിന്റെ മുന്നിൽ അവശേഷിക്കുന്ന 2 ഐറ്റംസ്. വെറും 2 ഐറ്റംസ് തീർന്ന് അല്ലേ? നമുക്ക് അടുത്ത ഐറ്റം പിടച്ചാലാ? ഇത് തീർത്തപ്പോൾ നിനക്ക് 500 രൂപ എന്തായാലും കിട്ടും. ഇതാണ് കറക്റ്റ്. അമ്പലം ചെറുതാണെങ്കിലും പ്രതിഷ്ഠ വലുതാണെന്ന് പറയണ മൂഡ്. എങ്ങനെ ഇരിക്കണേ? അടിക്കണ്ട. 3 എണ്ണം തീർത്തുള്ളത്. നമുക്ക് അടുത്ത ഐറ്റം പിടച്ചാലാ? എന്താണ് നീ പറ? നീ പറയണ പോലെ ഇരിക്കും ബാക്കി ചലഞ്ച്. നിനക്ക് അടുത്ത ഐറ്റം വേണമെന്ന് പറയുവാണെങ്കിൽ ഞാൻ അടുത്ത ഐറ്റം ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. നിനക്ക് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാൻ പറയുവാണെങ്കിൽ ഞാൻ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും. നീ പറ. ചാർക്വേത്തോ. ആ സാധനം ആണ് ഇത് കഴിഞ്ഞിട്ടുള്ളത്. എന്തൊക്കെ പേരല്ലേ? നിങ്ങൾ ഇതൊക്കെ ട്രൈ ചെയ്യണമെങ്കിൽ വേറെ ഒരിടത്തും പോകണ്ട. ഫ്രഷ് ട്രീസ്. ഇത് നമ്മുടെ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ ആഗ്രഹിക്കുന്ന ആരെങ്കിലൊക്കെ നവദമ്പതികളോ കപ്പിൾസോ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് പോരുക. ഊതിയാക്കിടാത്ത ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ചലഞ്ച് ഇനി 2 പീസും കൂടി കഴിച്ചു തീർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെറും 500 അല്ല, വെറും 500 അല്ല, 500 വിലയുണ്ട്. വെറും 2 പീസ്. 2 പീസും കൂടെ കഴിച്ചു. വെറും 2 പീസും കൂടി കഴിച്ചു തീർത്ത് കഴിഞ്ഞാൽ നീ എത്ര രൂപക്ക് വിന്നർ ആയിരിക്കുന്നു? 500 വിന്നർ ആയിരിക്കുന്നു ഗൈസ്. ഇതും കഴിഞ്ഞ് നീ അതും കൂടി കഴിച്ചു തീർത്തിട്ട് നീ ആ മൊത്തം എമൗണ്ടും കൂടി വാങ്ങിച്ചിട്ട് പോകുന്നതാണ് നമ്മുടെ ഒരു സന്തോഷം. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സന്തോഷം അതായിരിക്കത്തില്ലേ? ആയിരിക്കും. നിങ്ങളുടെ സന്തോഷം അതായിരിക്കും. അത്യാവശ്യം കുറച്ച് ഫില്ലായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയണേ, ഫുഡിന്റെ കാര്യമായതുകൊണ്ടിട്ട് നമ്മൾ നിർബന്ധിക്കണില്ല. നിനക്ക് ഇവിടെ വെച്ച് നിർത്തണമെങ്കിൽ ഇവിടെ വെച്ച് നിർത്താം. നിനക്ക് കണ്ടിന്യൂ ചെയ്യാം. ആരൊക്കെയോ വിളിക്കുന്നു, ഞാനൊന്നും കണ്ടിട്ടില്ലേ. ഇവനെ വേണ്ടപ്പെട്ടവരൊക്കെ വിളിച്ചോണ്ടിരിക്കുകയാണ്. വേണ്ടപ്പെട്ടവർ ആരാണെന്ന് മനസ്സിലായെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യും. അമ്മ, അപ്പൻ, അനിയത്തി, ലവർ, വൈഫ്, ഇതിലേതെങ്കിലൊക്കെ ചുമ്മാ ഇരിക്കട്ടാ. ഇതിൽ ഈ കാറ്റഗറിയിൽ ആരെങ്കിലും പെടുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഇവനെ വേണ്ടപ്പെട്ടവർ വിളിച്ചോണ്ടിരിക്കുകയാണ്. അതെന്തായാലും നിങ്ങൾ കമന്റ് ചെയ്യും. കാണുന്ന ആളും ഇപ്പൊ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ കോൾ കട്ട് ചെയ്തതാണ്. ചലഞ്ച് നടന്നിട്ടിരിക്കുകയാണ്. ടേബിള് പറയേണ്ട സാധനം തന്നെ ഉണ്ട്. ഇതൊരു മറ്റേ തടിയിലൊക്കെ കൊത്തി വെച്ചേക്കണ ടേബിളും ചെയറൊക്കെയാണ് ഇവിടെ മൊത്തത്തിലുള്ള ആംബിയൻസ്. പിന്നെ വേണമെങ്കിൽ ഇവിടെ മറ്റേ മഴ പെയ്ക്കാനുള്ള പരിപാടിയും കൂടി ഉണ്ട് ഇവിടെ. നീ ഇത് കഴിഞ്ഞിട്ട് ചലഞ്ച് എന്ത് ചെയ്യാനാ പ്ലാൻ? സ്റ്റോപ്പ് ചെയ്യണോ? സ്റ്റോപ്പ് ചെയ്യുക. ഇത് കഴിഞ്ഞിട്ട് ഇവൻ എന്തായാലും ചലഞ്ച് സ്റ്റോപ്പ് ചെയ്യണം. ഇവൻ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത്. കൺഗ്രാജുലേഷൻസ്, നീ ജയിച്ചിരിക്കുന്നു. നീ പോയി കൈ ഇട്ടുക. നമുക്ക് പൈസയൊക്കെ മേടിക്കാനുള്ളതായി. ഇവൻ ജയിച്ചിരിക്കുകയാണ്.
5 കഴിച്ചിരുന്നെങ്കിൽ ഇവൻ ഇവിടുന്ന് 2000 ആയിട്ട് പോകേണ്ട കേസാണ്. പക്ഷെ സബ്ബായിരുന്നെങ്കിൽ 5000 ആയിട്ട് പോകേണ്ട കേസാണ്. പക്ഷെ ഇവൻ ഇവിടെ നിന്ന് 3 കഴിച്ചിട്ടുണ്ട്. സബ്ബായിരുന്നെങ്കിൽ 3 കഴിച്ച് കഴിഞ്ഞാൽ 2000 ആയിട്ട് പോകേണ്ട കേസാണ്. പക്ഷെ ഇവൻ സബ് അല്ലായിരുന്നു. അതുകൊണ്ടിട്ട് ഇവൻ 3 കഴിച്ച് നമ്മൾ 500 രൂപ ഇവനെ അയച്ചു കൊടുക്കാൻ പോണെയാണ്. പൈസ അയച്ചു കൊടുത്തിരിക്കുകയാണ്. നമുക്ക് പൈസ കൊടുക്കാൻ വേണ്ടി വന്നേക്കണ വിശിഷ്ട അതിഥിയുടെ പേരാണ് അപ്പു. ഇവൻ ഇവിടെ കിടന്ന് ബഹളമാണ് മൊത്തത്തിൽ. ഇതായിരുന്നു നമ്മളുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇവിടെ ആരെങ്കിലും വന്നിട്ടില്ലെങ്കിൽ സ്ഥലത്തിന്റെ പേര് തീർച്ചയായിട്ടും വരാം. ഫ്രസ്ട്രീസ് ഗാർഡൻ ആൻഡ് കഫേ, നിയറസ്റ്റ് ഗ്രാൻഡ് മാളിന്റെ അടുത്താണ്, എടപ്പള്ളി. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും നീ ഹാപ്പി അല്ലേ? പൈസ കിട്ടിയില്ലേ? നിങ്ങൾ ഹാപ്പിയല്ലേ? ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ. കൊടുത്തോ? ബൈ.